ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 17. യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. വിവർത്തനം. മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങളൊന്നുമില്ല. ഭാവാർത്ഥം. തികച്ചും കൃഷ്ണാവബോധമുള്ളവനും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളിൽ സന്തുഷ്ടനുമായ ഒരാൾക്ക് മറ്റൊരു ചുമതലയും നിറവേറ്റാനില്ല. കൃഷ്ണാവബോധം ഉദിക്കുന്നതുകൊണ്ട് തൽക്ഷണം തന്നെ അനേകായിരം യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയമാലിന്യമാകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു. ആ പ്രജ്ഞാശുദ്ധി കൊണ്ട് തനിക്ക് ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ശാശ്വതത്വത്തിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടാകുന്നു. അങ്ങനെ ഭഗവത് കാരുണ്യം കൊണ്ട് തന്റെ കർത്തവ്യം എന്തെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. ആ നിലയ്ക്ക് ഇനി വൈദിക വിധികൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണാവബോധം സിദ്ധിച്ച അയാൾക്ക് മേലിൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ താല്പര്യമോ മദ്യം, സ്ത്രീകൾ മുതലായ വശ്യവിഷയങ്ങളിൽ ആസക്തിയോ ഇല്ലാതാവുന്നു. ശ്ലോകം 18. നൈവ തസ്യ കൃതേർനാഥോ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയഃ. വിവർത്തനം. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ടൊന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. ഭാവാർത്ഥം. ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടാം. അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നത് പോലെ കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യമല്ലതാനും. കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യരിലോ അഭയം തേടുകയില്ല. അയാൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നതെന്തും കർത്തവ്യ നിർവഹണമാകുന്നു. ശ്ലോകം 19. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. വിവർത്തനം. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. ഭാവാർത്ഥം. പരമപദം എന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനും അവ്യക്തഗതവാദികൾക്ക് മുക്തിയുമത്രേ. കൃഷ്ണാവബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ഫലേച്ഛയന്യേ കൃഷ്ണനു വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾ തീർച്ചയായും ജീവിതത്തിന്റെ അത്യുത്തമ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ്. കുരുക്ഷേത്രത്തിൽ കൃഷ്ണന്റെ താല്പര്യമനുസരിച്ച് പൊരുതാനാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത്. അർജുനൻ യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. ഒരു നല്ല മനുഷ്യനോ അഹിംസാനിരതനോ ആകണമെന്നത് വ്യക്തിപരമായ ആഗ്രഹമാണ്. ഭഗവത് പ്രീതിക്കായി പ്രവർത്തിക്കുക എന്നത് ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മവും. ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ട അത്യുത്കൃഷ്ടമായ കർമ്മമാണത്. ഇന്ദ്രിയ തൃപ്തിക്കായി ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജീവനെ ശുദ്ധീകരിക്കാൻ ഉതകുന്നവയാണ് വേദോക്തങ്ങളായ യജ്ഞങ്ങളും ചടങ്ങുകളുമെല്ലാം. കൃഷ്ണാവബോധ പ്രവർത്തനമോ പാപപുണ്യകർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്കതീതമായ ഒന്നാകുന്നു. കൃഷ്ണാവബോധം നേടിയവർ ഭഗവാനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഫലത്തിൽ അവർക്ക് താല്പര്യമില്ല. പൂർണ്ണമായ അനാസക്തിയോടെയാണ് അവർ എല്ലാത്തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.